ലോഗോസ് ക്വിസ് 2025 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23 അധ്യായം. ഒന്നാമത്തെ ശീർഷകം പിലാത്തോസിന്റെ മുമ്പിൽ, രണ്ടാമത്തെ ശീർഷകം ഹെറോദേസിന്റെ മുമ്പിൽ, മൂന്നാമത്തെ ശീർഷകം യേശുവിനെ വിധിക്കുന്നു എന്നീ വചനഭാഗങ്ങളാണ് 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വചനഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ നമുക്ക് കേൾക്കാം, പഠിക്കാം. ചോദ്യം 1. ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് യേശുവിനെ ആരുടെ മുമ്പിലേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം പിലാത്തോസിന്റെ. ചോദ്യം 2. അവർ അവന്റെ മേൽ ചുമത്തിയ 3 കുറ്റങ്ങൾ ഏതൊക്കെ? ഉത്തരം: ഈ മനുഷ്യൻ ഞങ്ങളുടെ ജനത്തെ വഴിതെറ്റിക്കുകയും സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുകയും താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. ചോദ്യം 3. നീ യഹൂദരുടെ രാജാവാണോ എന്ന പിലാത്തോസിന്റെ ചോദ്യത്തിന് യേശുവിന്റെ മറുപടി എന്തായിരുന്നു? ഉത്തരം: നീ തന്നെ പറയുന്നല്ലോ. വിശുദ്ധ ലൂക്ക 23 അധ്യായം 3 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. പീലാത്തോസ് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? അവൻ മറുപടി പറഞ്ഞു, നീ തന്നെ പറയുന്നുവല്ലോ. ചോദ്യം 4. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23 അധ്യായം 4 വാക്യം എഴുതുക. ഉത്തരം: പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും പറഞ്ഞു, ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ചോദ്യം 5. ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞ പീലാത്തോസിനോട് അവർ നിർബന്ധപൂർവം പറഞ്ഞത് എന്താണ്? ഉത്തരം: ഇവൻ ഗലീലി മുതൽ ഇവിടം വരെയും യൂദയായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കിവിടുന്നു. ചോദ്യം 6. വിശുദ്ധ ലൂക്ക 23:6 അനുസരിച്ച് പൂരിപ്പിക്കുക. ഇതു കേട്ട് ഡാഷ് ഈ മനുഷ്യൻ ഗലീലക്കാരനാണോ എന്ന് ചോദിച്ചു. ഉത്തരം: പീലാത്തോസ്. ചോദ്യം 7. പീലാത്തോസ് യേശുവിനെ ഹെറോദേസിന്റെ അടുത്തേക്ക് അയക്കാൻ കാരണമെന്ത്? ഉത്തരം: അവൻ ഹെറോദേസിന്റെ അധികാരത്തിൽ പെട്ടവനാണെന്ന് അറിഞ്ഞപ്പോൾ. വിശുദ്ധ ലൂക്ക 23 അധ്യായം 7 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവൻ ഹെറോദേസിന്റെ അധികാരത്തിൽ പെട്ടവനാണെന്നറിഞ്ഞപ്പോൾ പീലാത്തോസ് അവനെ അവന്റെ അടുത്തേക്ക് അയച്ചു. ആ ദിവസങ്ങളിൽ ഹെറോദേസ് ജെറുസലേമിൽ ഉണ്ടായിരുന്നു. ചോദ്യം 8. യേശുവിനെ പറ്റി കേട്ടിരുന്നത് കൊണ്ട് അവനെ കാണാൻ ആഗ്രഹിക്കുകയും അവൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു അത്ഭുതം കാണണമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തത് ആരാണ്? ഉത്തരം: ഹെറോദേസ്. ചോദ്യം 9. ഹെറോദേസിന്റെ ചോദ്യങ്ങൾക്ക് യേശുവിന്റെ മറുപടി എന്തായിരുന്നു? ഉത്തരം: അവൻ ഒന്നിനും ഉത്തരം പറഞ്ഞില്ല. വിശുദ്ധ ലൂക്ക 23 അധ്യായം ഹെറോദേസിന്റെ മുമ്പിൽ എന്ന ശീർഷകത്തില് 9 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അതിനാൽ അവൻ പലതും അവനോട് ചോദിച്ചു, പക്ഷേ അവൻ ഒന്നിനും ഉത്തരം പറഞ്ഞില്ല. ചോദ്യം 10. ഹെറോദേസ് ആരുടെ കൂടെ ചേർന്നാണ് യേശുവിനോട് നിന്ദ്യമായി പെരുമാറുകയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്തത്? ഉത്തരം: പടയാളികളോട് ചേർന്ന്. ചോദ്യം 11. യേശുവിനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിന്റെ അടുത്തേക്ക് തിരിച്ചയച്ചത് ആരാണ്? ഉത്തരം: ഹെറോദേസ്. വിശുദ്ധ ലൂക്ക 23 അധ്യായം 11 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ഹെറോദേസ് പടയാളികളോട് ചേർന്ന് അവനോട് നിന്ദ്യമായി പെരുമാറുകയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്തു. അവൻ യേശുവിനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിന്റെ അടുത്തേക്ക് തിരിച്ചയച്ചു. ചോദ്യം 12. പീലാത്തോസ് യേശുവിനെ ഹെറോദേസിന്റെ അടുക്കലേക്ക് അയച്ചതിന്റെ ഫലം എന്തായിരുന്നു? ഉത്തരം: അന്നു മുതൽ ഹെറോദേസും പീലാത്തോസും പരസ്പരം സ്നേഹിതന്മാരായി. ചോദ്യം 13. ജനത്തെ വഴിപിഴപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഇതാ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഇവനെ ഞാൻ വിസ്തരിച്ചു. നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ഒന്നുപോലും ഇവനിൽ ഞാൻ കണ്ടില്ല. ആര് ആരോട് പറഞ്ഞതായിട്ടാണ് വിശുദ്ധ ലൂക്ക 23 അധ്യായത്തിൽ യേശുവിനെ വിധിക്കുന്നു എന്ന ശീർഷകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം: പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ജനത്തെയും ഒന്നിച്ചുകൂട്ടി അവരോട് പറഞ്ഞു. ചോദ്യം 14. യേശുവിനെ താൻ എപ്രകാരം വിട്ടയക്കും എന്നാണ്
പീലാത്തോസ് പറഞ്ഞതായി വിശുദ്ധ ലൂക്ക 23 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം: ഞാൻ ഇവനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് വിട്ടയക്കും. ചോദ്യം 15. ഞാൻ ഇവനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് വിട്ടയക്കും എന്ന പീലാത്തോസ് പറഞ്ഞപ്പോൾ അവർ ഏകസ്വരത്തിൽ ആക്രോശിച്ചത് എന്ത്? ഉത്തരം: ഇവനെ കൊണ്ടുപോവുക, ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23 അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. അതിനാൽ ഞാൻ ഇവനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് വിട്ടയക്കും. അപ്പോൾ അവർ ഏകസ്വരത്തിൽ ആക്രോശിച്ചു, ഇവനെ കൊണ്ടുപോകുക, ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. ചോദ്യം 16. ആരായിരുന്നു ബറാബാസ്? ഉത്തരം: പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവനാണ് ബറാബാസ്. ചോദ്യം 17. യേശുവിനെ വിട്ടയക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് എത്ര പ്രാവശ്യമാണ് അവരോട് സംസാരിച്ചത്? ഉത്തരം: 3 പ്രാവശ്യം. ചോദ്യം 18. യേശുവിനെ വിട്ടയക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് 2ാം പ്രാവശ്യം അവരോട് സംസാരിച്ചപ്പോൾ അവർ വിളിച്ചു പറഞ്ഞത് എന്താണ്? ഉത്തരം: അവരാകട്ടെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇരുന്നു. ചോദ്യം 19. ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നവരോട് പീലാത്തോസ് ചോദിച്ച ചോദ്യം എന്ത്? ഉത്തരം: അവൻ എന്തു തിന്മ പ്രവർത്തിച്ചു? ചോദ്യം 20. അവർ ആവശ്യപ്പെട്ട മനുഷ്യനെ വിട്ടയക്കുകയും യേശുവിനെ എന്തു ചെയ്യുകയും ചെയ്തു എന്നാണ് വിശുദ്ധ ലൂക്ക 23-25 രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം: യേശുവിനെ അവരുടെ ഇംഗിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. വിശുദ്ധ ലൂക്ക 23 അധ്യായം 25 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവർ ആവശ്യപ്പെട്ട മനുഷ്യനെ, കലാപത്തിനും കൊലപാതകത്തിനും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നവനെ അവൻ വിട്ടയക്കുകയും യേശുവിനെ അവരുടെ ഇംഗിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ചോദ്യം 21. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23 അധ്യായത്തിലെ 2ാം ശീർഷകം എഴുതുക. ഉത്തരം: ഹെറോദേസിന്റെ മുമ്പിൽ.